വെൽക്കം ബാക്ക്. നെക്സ്റ്റ് പോർഷൻ ഈസ് NumPy. NumPy എന്ന് പറയുമ്പോൾ ന്യൂമറിക്കൽ പൈത്തൺ ആണ്. നമ്മൾ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആയിട്ടുള്ള ലീനിയർ ഓൾജിബ്ര, ഫോറിയർ ട്രാൻസ്ഫോം, റാൻഡം സിമുലേഷനൊക്കെ പോലുള്ള കാര്യങ്ങൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന പാക്കേജാണ് NumPy. അതുപോലെ തന്നെ അറേ ഉപയോഗിക്കുമ്പോഴും നമ്മൾ NumPy ആണ് യൂസ് ചെയ്യുക. അറേ എന്ന് പറയുന്നത് ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റേനെയാണ് പറയുക. ലിസ്റ്റോ ടപ്പിളോ പോലെയല്ല. ലിസ്റ്റും ടപ്പിളൊക്കെ ഹെട്രോജീനിയസ് ആയിരിക്കും. നമ്മൾ മാത്ത് മൊഡ്യൂൾ ചെയ്തതുപോലെ തന്നെ NumPy നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് NumPy. NumPyനെ നമ്മളപ്പോൾ എല്ലാ പ്രോഗ്രാമിൽ കോൾ ചെയ്യുമ്പോൾ NumPy എന്നല്ല കോൾ ചെയ്യാം. വേരിയബിൾ വെച്ച് കോൾ ചെയ്യണമെങ്കിൽ നമ്മളതിനപ്പോൾ ഇമ്പോർട്ട് NumPy ആസ് NP എന്ന് കൊടുക്കാം. ഇനി അറേയുടെ ക്രിയേഷനാണ്. ഇമ്പോർട്ട് NumPy ആസ് NP കൊടുത്തു. ARR = NP.array ബ്രാക്കറ്റിൽ നമ്മൾ ഒരൊറ്റ റോയാണുള്ളത്. അത് സിംഗിൾ ഡയമെൻഷണൽ അറേയാണ്. സോ 1 2 3 4 5 6 വരെ കൊടുത്തു. അറേനെ പ്രിൻറ്റ് ചെയ്തു. ദെൻ 2 ഡയമെൻഷണൽ അറേ എന്ന് വിചാരിക്കുക. 2 ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ നമുക്ക് 2 റോയുള്ള അറേനെയാണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സിനെ സ്ക്വയർ ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്തിട്ട് സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സിനെയും നെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ കോമ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ആ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു നെയിമ കൊടുത്ത് അതിനെ മാറ്റ് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ 1 2 3 എന്ന് പറയുന്നത് ഫസ്റ്റ് റോയും 4 5 6 നെക്സ്റ്റ് റോയും ആയിട്ട് വന്നിരിക്കുന്നത് കാണാം. ഇനി നമുക്കതിൻ്റെ ഡയമെൻഷൻ അറിയണമെന്ന് വിചാരിക്കുക. അപ്പോൾ NumPyയുടെ നമ്മൾ അലിയാസായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് NP ആണ്. അപ്പോൾ ARR = NP.array എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അറേനെ നമ്മൾ റീഡ് ചെയ്തു. ദെൻ അതിൻ്റെ ഡയമെൻഷൻ അറിയാൻ വേണ്ടിയിട്ട് പ്രിൻറ്റ് ARR.ndim. അപ്പോൾ ഇതിലൊരു സിംഗിൾ റോയാ, സോ 1 വന്നു. ദെൻ നമ്മൾ ആ മെട്രിക്സിൻ്റെ സെയിം പ്രോഗ്രാം തന്നെ വന്നിട്ടുണ്ട്. അതിൽ പ്രിൻറ്റ് mat.ndim ആണെങ്കിൽ അതിൽ 2 റോയാണുള്ളത്. സോ അതിൻ്റെ ഡയമെൻഷനായിട്ട് 2 വന്നു. ദെൻ നെക്സ്റ്റ് ഓരോ ഡയമെൻഷൻ്റെയും സൈസ് അറിയാൻ വേണ്ടിയിട്ടാണ് സെയിം മെട്രിക്സും അറേയും തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രിൻറ്റ് mat.shape ആണ് കേട്ടോ ഇവിടുത്തെ ആട്രിബ്യൂട്ട്. mat.shape എന്ന് പറയുമ്പോൾ മെട്രിക്സിൽ നമുക്കറിയാം 2 റോയാണുള്ളത്. 2 റോയിൽ ഫസ്റ്റ് റോയിൽ 3 എലമെൻറ്റ്സാണ് ഉള്ളത്. സെയിം വേയിൽ സെക്കൻഡ് റോയിൽ 3 എലമെൻറ്റ്സാണ് ഉള്ളത്. അതുകൊണ്ട് പ്രിൻറ്റ് mat.shape എന്ന് വരുമ്പോൾ 2 റോ, അതാണ് 2. ഓരോ റോയിലും 3 എലമെൻറ്റ്സ് ആണ്, അതാണ് 2, 3. ദെൻ പ്രിൻറ്റ് ARR.shape. ARR എന്ന് പറയുന്ന അറിയാലോ 5 എലമെൻറ്റ്സാണ് ഉള്ളത്. ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ മിസ്റ്റേക്കാണ്. നമുക്കവിടെ 5, എന്ന് വരും. ഇവിടെ ഇപ്പോൾ ഈ 5, എന്ന് വരാനുള്ള റീസൺ നമ്മൾക്കതിൽ സെക്കൻഡ് ഡയമെൻഷനിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അതായത് അത് എംപ്റ്റി ആണ്, അതുകൊണ്ടാണ്. ഇനി ആക്സസിങ് അറേ എലമെൻറ്റ്സ്. ഇതിൽ ഫസ്റ്റ് ARR എന്ന് പറയുന്ന ഒരു 1 ഡയമെൻഷണൽ അറേ, മാറ്റ് എന്ന് പറയുന്ന ഒരു 2 ഡയമെൻഷണൽ അറേ, അതായത് ഒരു മെട്രിക്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രിൻറ്റ് ARR(3) എന്ന് പറയുമ്പോൾ ARRലെ 3rd ഇൻഡെക്സിലുള്ള വാല്യൂ, അതായത് 0 1 2 4th പൊസിഷൻ 2 3 4th പൊസിഷനിലുള്ള എലമെൻറ്റ് പ്രിൻറ്റ് വരും. ദെൻ പ്രിൻറ്റ് ARR(2:5) മീൻസ് 2 തൊട്ടിട്ട് 4th എലമെൻറ്റ് വരെയും പ്രിൻറ്റ് വരും ARRലെ. ദെൻ പ്രിൻറ്റ് mat(1). മാറ്റ് എന്ന് പറയുന്ന അതിലെ ഫസ്റ്റ് റോ മീൻസ് 0 ആണ് ഇൻഡെക്സ് ആയിട്ട് സ്റ്റാർട്ടിങ്. സോ 0 1 എന്ന് പറയുമ്പോൾ 4 5 6 പ്രിൻറ്റ് വരും. പ്രിൻറ്റ് mat(0,2). മെട്രിക്സ് എന്ന് പറയുന്നതിൽ 0th ഇൻഡെക്സിലെ സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ 0th ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 1 2 3, അതിൽ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുമ്പോൾ വീണ്ടും 0 1 2, അത് 3 വരും. ദെൻ പ്രിൻറ്റ് ARR(-2). ARRൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് സെക്കൻഡ്, അതായത് 5. പ്രിൻറ്റ് mat(-1, 2). മെട്രിക്സിൻ്റെ റൈറ്റ് മോസ്റ്റ് റോയ്, അതായത് 4 5 6ലെ സെക്കൻഡ് എലമെൻറ്റ് 0 1 2, അതായത് 6 എന്ന് പറയുന്നത്. ദെൻ പ്രിൻറ്റ് മെട്രിക്സ് ഓഫ് -2, -3. റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിന്ന് സെക്കൻഡ് മെട്രിക്സിലെ അതിൽ റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിന്ന് 3rd എലമെൻറ്റ്. സോ 1 വിൽ ബി ദി ആൻസർ. പ്രിൻറ്റ് -2 ARRൻ്റെ ആണ്. അപ്പോൾ ARRൻ്റെ റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിന്ന് സെക്കൻഡും അത് കഴിഞ്ഞിട്ട് എലമെൻറ്റ് 5ഉം 6ഉം പ്രിൻറ്റ് ആവും. പ്രിൻറ്റ് 1 5 6 1 2 4 പ്രിൻറ്റ് വരണം. 2 വീതം സ്കിപ്പ് ചെയ്യണം. സോ 2ഉം 4ഉം പ്രിൻറ്റ് ആവും.
അറേ ട്രാവേഴ്സിലാണ്. അറേ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാൽ ചെയ്യാം. സെയിം തന്നെ നമുക്കിപ്പോൾ അറേ ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫോർ ലൂപ്പും ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റും മതി. മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് 2 ഫോർ ലൂപ്പും ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റും. അതിലിപ്പോൾ ഞാൻ ഫോർ റോ ഇൻ മാറ്റ് ഫോർ ELT ഇൻ റോ പ്രിൻ്റ് ELT NT ഈക്വൽ ടു ഡബിൾ കോട്ട്സ് മാത്രം കൊടുത്താൽ ആ എല്ലാ എലമെൻസും ഒരൊറ്റ സിംഗിൾ റോയിൽ പ്രിൻ്റ് വരും. ഇനി എനിക്ക് രണ്ടും റോ വൈസ് വരണമെങ്കിൽ ഒരു പ്രിൻറ്റും കൂടെ വേണം. നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റ് വെറുതെ ഡബിൾ കോട്ട്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3ക്ക് ശേഷം 4ഉം 5ഉം 6ഉം പുതിയ റോയായിട്ട് വന്നിരിക്കുന്നത് കാണാം. നെക്സ്റ്റ് നമുക്ക് അറേ ഡയമെൻഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് റീഷേപ്പ്. നമ്മൾ മുന്നേ ചെയ്ത സെയിം എക്സാമ്പിൾ തന്നെ ARRും മാറ്റും എടുത്തിട്ടുണ്ട്. മാറ്റ് ഡോട്ട് റീഷേപ്പ് 1,6 എന്ന് പറയുമ്പോൾ ഈ മാറ്റിൽ നമുക്ക് 2 റോയുള്ളത് അതിനെ ഒരു സിംഗിൾ റോയാക്കുവാണ്. 6 എലമെൻസിനെയും ഒരുമിച്ചാക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് 1 2 3 4 5 6 എന്ന് വന്നിരിക്കുന്നതായിട്ട് കാണാം. ARRനെ റീഷേപ്പ് ചെയ്യാണ് 3,2, അതായത് 3 റോയ്, ഓരോ റോയിലും 2 എലമെൻറ്റ്സ് വീതം വേണം. അപ്പോൾ 1 2 ഒരു റോയായി, 3 4 നെക്സ്റ്റ് റോയായി, 5 6 എന്ന് പറയുന്നത് നെക്സ്റ്റ് റോയായി മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ സിംഗിൾ ഡയമെൻഷണൽ അറേനെ 2 ഡയമെൻഷണൽ അറേയാക്കി മാറ്റുമ്പോൾ അതിലാവശ്യത്തിന് എലമെൻറ്റ്സ് വേണം. ഈ എടുത്തിരിക്കുന്ന എക്സാമ്പിളിൽ 1 തൊട്ട് 5 വരെയുള്ള എലമെൻറ്റ്സ് ആണുള്ളത്. സോ ARR ഡോട്ട് റീഷേപ്പ് 2,3 എന്ന് പറയുമ്പോൾ 2 റോ വേണം. ഓരോ റോയിലും 3 എലമെൻറ്റ്സ് വീതം വേണം. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 5 എലമെൻറ്റ്സ് ഉള്ളൂ. ശരിക്കും ഈ പർട്ടിക്കുലർ ഫങ്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ 6 എലമെൻറ്റ്സ് വേണം. അപ്പോൾ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ എറർ ആയിരിക്കും നമ്മുടെ ഔട്ട്കം എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെട്രിക്സ് ഓപ്പറേഷനാണ്. നംപൈ യൂസ് ചെയ്തിട്ട് 2 മെട്രിക്സിന് ആഡ് ചെയ്യാനായിട്ട് നംപൈ ഡോട്ട് ആഡ് ബ്രാക്കറ്റിൽ 2 മെട്രിക്സിൻ്റെ പേര്, സബ്ട്രാക്ട് ചെയ്യാനായിട്ട് നംപൈ ഡോട്ട് സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ ചെയ്യാൻ നംപൈ ഡോട്ട് മെട്രിക്സിൻ്റെ മാറ്റ് മള്ള്, ട്രാൻസ്പോസ് ചെയ്യാൻ വേണ്ടി എക്സ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെയാണ് ട്രാൻസ്പോസ് ചെയ്യണമെങ്കിൽ x.t. എക്സാമ്പിൾ നോക്കാം. നമ്മൾ 2 മെട്രിക്സിനെ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്, മാറ്റ് 1ഉം മാറ്റ് 2ഉം. പ്രിൻറ്റ് NP ഡോട്ട് ആഡ് മാറ്റ് 1, മാറ്റ് 2 എന്ന് പറഞ്ഞാൽ അതിലെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ആയിരിക്കുന്നത് കാണാം. സെയിം വേ ആണ് സബ്ട്രാക്ട്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി മാത്സിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് വച്ചിട്ടാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത്. മാറ്റ് 1 ഡോട്ട് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. മാറ്റ് 2 ഡോട്ട് ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. പ്രോഗ്രാമിംഗ് എക്സാമ്പിൾസ് വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.